ദിലീഷ് അഗ്രി ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ ഒന്ന് വന്നതേ, ഞങ്ങളെ പ്രാവശ്യം ഞങ്ങൾ ഒന്നും വളരാത്തൊരു ചേമ്പ് പറിച്ച് കാട്ടീനി. ഞങ്ങൾ വളട്ട ചേമ്പിന് അങ്ങനെ ഉണ്ട്. ഇത് കണ്ടോ, ഇവിടെ വെയിലൊന്നും ഇല്ലാത്ത സ്ഥലം, മരങ്ങളെ ചോലയാണ്. ആ ചോലയിൽ നിന്ന് ഉണ്ടാക്കിയാൽ നല്ല വെയിലുണ്ടെങ്കിൽ നല്ല വിത്തും കിട്ടും. അങ്ങനെ പ്രശ്നമുണ്ട് ഇത്. അപ്പോൾ ഞങ്ങൾ 4 മരം കൂടെ പറിക്കാണ്ട് എന്നിട്ട് ഞങ്ങൾ നിർത്തുകയാണ് പറിക്കാൻ കേട്ടോ. അത് ചെറിയൊരു തയ്യേന്, ഇതിലുമ്പക്ക് ഒരു വിത്തേ ഉള്ളൂ, ചെറിയൊരു വിത്താണ്. പിന്നെ ഇതൊക്കെ മണ്ണ് ഇല്ലാത്തൊരു പ്രശ്നമുണ്ടല്ലേ. കഴിഞ്ഞ നോക്കിയാണ് ഇത് കണ്ട, 1 2 3 4 ഇത് 2 മാസം കൂടെ നിൽക്കുകയെങ്കിൽ നമുക്ക് നല്ല വിത്ത്. അപ്പം ഞാൻ ഇത് നിർത്തുകയാണ് പറക്കൽ. ഇതോട് കൂടി ഈ ഭാഗത്തെ പോയിട്ട് നിർത്തുക. പിന്നെ ഇത് ഞാൻ ഇനി പറിക്കില്ല, 2 മരം കൂടെ ഉണ്ട് പറിക്കുക. പിന്നെ ഇങ്ങോട്ട് വരണ്ടല്ല. ഉണ്ടോ വിത്ത് ഒഴുകി കിണ്ണ കാഴ്ച വിത്താം. കണ്ട വിത്ത് ചെറിയൊരു മരടാണ്. പൊന്തി കിടക്കണ വിത്തേനി അധികം. അപ്പോൾ ചേമ്പ് മണ്ണിൻ്റെ അടിയിലേക്കല്ല നമ്മൾ അധികം വെക്കേണ്ടത്, താഴത്തേക്കാണ് വെക്കാം. മറ്റേ പൊന്തിയാണ് നിൽക്കട്ടെ കേട്ടോ. അതൊരു മരട് നിറച്ച് ഇനി അതിൻ്റെ ഉള്ളിൽ ഇനിയും വീണുണ്ട്. ഇവിടെയുള്ള വിത്ത് എന്തോന്ന് തിന്നും ചെയ്തിട്ടുണ്ടോ. ഇതുകൂടെ പറിച്ചാൽ നമ്മുടെ ചേമ്പ് ഇവിടുത്തെ ഭാഗത്ത് പൊട്ടിപ്പോയി നോക്കട്ടോ. വിത്തൊന്നുമില്ല. ഞങ്ങൾ ഇന്ന് പറിച്ച ചേമ്പാണ് കണ്ടില്ലേ. ഒരു ചേമ്പിൻ്റെ വിത്തിൻ്റെ വണ്ണം കണ്ട. ചേമ്പിന് എപ്പോഴും നമ്മൾ ഇംഗ്ലീഷ് വളം ഇടുന്നതിനെക്കാട്ടിയും കൂടുതൽ ഈ നൈട്രജനൊക്കെ കൂടെ കോഴിവളം ഇടുക. കോഴിവളം ഇട്ടിക്കാങ്കിൽ നല്ല മൊത്തം അടിപൊളി വിത്ത് നമുക്ക് കിട്ടും. ഇതെനിക്ക് പറ്റിയെന്ന് വെച്ചാൽ വെയിലില്ലാത്ത സ്ഥലത്ത് ഉണ്ടാക്കി. ഇത് നമ്മളെ സ്ഥലമല്ല, നമ്മുടെ സുഹൃത്തിൻ്റെ സ്ഥലമാണ്. അത് വെയിലില്ലാത്ത സ്ഥലത്ത് ഉണ്ടാക്കിയതിനെ കൊണ്ടാണ് നമുക്ക് വിളവ് കുറയാൻ കാരണം. അപ്പോൾ ചെയിലിന് ഇപ്പോൾ ചുറ്റും നല്ല വെയിൽ സ്ഥലത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം വിത്തുകളൊക്കെ കിട്ടും. അപ്പോൾ എൻ്റെ പോസ്റ്റ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.